അത്തപ്പൂക്കൾ ഇടാനുള്ള തയ്യാറെടുപ്പിലാണ്. മുറ്റമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ച് കുറച്ച് ചാണകം തളിച്ച് വിടുന്നുണ്ട് കേട്ടോ. മെഴുകുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ മെഴുകിയിട്ടും കാര്യമൊന്നുമില്ല. നന്നായിട്ട് ചാണകം തളിച്ച് കൊടുത്തു. നമുക്കിനി കുറച്ച് പുറ്റുമണ്ണ് എടുത്തിട്ട് വരാം. നമുക്ക് അത്തക്കളം ഉണ്ടാക്കാനായിട്ടാണ്. പുറ്റുമണ്ണാണെന്നുണ്ടെങ്കിൽ കല്ലൊന്നും ഉണ്ടാവില്ല. നമുക്ക് നന്നായിട്ട് ഇടിച്ച് പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത്തക്കളം ഉണ്ടാക്കാം. ഒരു ഓസ് എടുത്തിട്ട് നമ്മുടെ ഓസ് വണ്ടി ഉണ്ടാക്കി കേട്ടോ. നമ്മൾ അത്തക്കളം ഉണ്ടാക്കാനായിട്ട് എപ്പോഴും ഇങ്ങനെ ഓസ് വണ്ടി ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ മണ്ണ് ഫില്ല് ചെയ്യുക. അപ്പോൾ ഒരുപാട് മണ്ണും വേണ്ട, എന്നാൽ നമുക്ക് എത്ര വലുപ്പത്തിൽ വേണം അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. മണ്ണ് നന്നായിട്ട് കുഴച്ച് നമ്മൾ അത്തക്കളത്തിന് തയ്യാറാക്കി. അപ്പോൾ ഇന്നാണ് അത്തം. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് നമുക്ക് വേണ്ട പൂവൊക്കെ പറിച്ചെടുത്തോട്ട് തുമ്പയും തുളസിക്കതിരാണ് ആദ്യത്തെ ദിവസം വെക്കാമെന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ തുമ്പയും തുളസിക്കതിരും വേണ്ടി പൂവിൻ്റെ നടുക്ക് വെക്കോട്ടെ. തുമ്പ കിട്ടിയില്ല, തുളസിക്കതിര് ഉണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും നടുക്ക് തുളസിക്കതിര് വെച്ചു. രാവിലെ ഒന്ന് ചാണകം മെഴുകിയിട്ട് അതിലാണ് കേട്ടോ അത്തം പൂക്കളം വെക്കുന്നത്. കുറേ പേര് ചോദിക്കും എന്തിനാ ചാണകം മെഴുകുന്നതിനൊക്കെ ഉള്ളത്. പണ്ട് മുതലുള്ള ശീലമാണ് കേട്ടോ. അത്തം വെക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള പൂവൊക്കെയാണ് ഇഷ്ടമായി എന്നുള്ളത് പറയണേ.